ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഷാജിമോൻ്റെ താറാവിനെ നമ്മളിന്ന് പാർസലാക്കാൻ പോവാണ്. ഇന്ന് താറാവ് ഇറച്ചിയാണ് നോബേ. ഇല്ല, പറ്റില്ല. അങ്ങനെ വെറുതെ ഞാൻ അതിനെ വേസ്റ്റാക്കി കളയാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ പോണ്ട, അങ്ങനെ പോണ്ട. പോയി നന്നായി താറാവ് പോയി നോക്കിക്കോളി, പൊക്കോളി. ഇതിപ്പോ 2ാമത്തെ വർഷമായി. ഇനി അടുത്തത് പോണു. 1 എടുക്കണ 2 എടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് നിലവിളിക്കോ? നിലവിളിക്കോ? അത് ഞാൻ വീഡിയോ എടുക്കും. നിലവിളിക്കോ നോക്കട്ടെ. എന്തായാലും ഇന്ന് പിടിക്കന്നെ, ഉറപ്പാണ്. ഓ ശരി, താറാവ് പോണ്ടാ. വരുമ്പോഴേക്കും ഒന്ന് കണ്ടിട്ട് പോയിക്കോ. താറാവിനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോ. സീരിയസ് ആയിട്ടാണ്. വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ തന്നെ അറിയണില്ലേ എന്തായാലും അത് ഞാൻ ചെയ്യുന്നു. താറാവിനെ ഒന്ന് നന്നായി നോക്കിയിട്ട് പോയിക്കോ. സീരിയസ് ആയിട്ട് പറയണം, നോക്കിയിട്ട് പോയിക്കോ. വരുമ്പോൾ കാണില്ല എന്ന്. സീരിയസ് ആയിട്ട് പറയണം, ഒന്ന് നോക്കിയിട്ട് പോയിക്കോ. ഞാൻ സീരിയസ് ആയിട്ട് പറയണം, ഒന്ന് നോക്കിയിട്ട് പോയിക്കോ. ഒന്ന് നോക്കിയിട്ട് പോയിക്കോ. അത് ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ശരിക്കും ഒരു ഇഷ്യൂ വരുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ അവിടെ കുറച്ച് കോഴിയും താറാവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എൻ്റെ ഹസ്ബൻഡ് ശരിക്കും ഒരു കോഴിനെയോ താറാവിനെയോ ഒന്നും അറുത്ത് കറി വയ്ക്കാനായിട്ട് സമ്മതിക്കില്ല. അത് നിന്ന് താനേ ചത്തുപോയിക്കോട്ടെ എന്നുള്ളൊരു ലെവലിലാണ് ആളുടെ മൈൻഡ്. അതായത് അതിനെ നമ്മളായിട്ട് കൊന്നിട്ട് അതങ്ങനെ ഒരു മൈൻഡാണ് ആൾക്ക്. അപ്പോൾ ഞാൻ അത് വെറുതെ വേസ്റ്റാക്കിയിട്ട് എന്തിനാണ് കളയണത്? സാധാരണ എല്ലാവരും കോഴിനെയും താറാവിനെയൊക്കെ വളർത്തുന്നത് ഒന്നില്ലെങ്കിൽ ഇറച്ചിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുട്ട കിട്ടണതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആണല്ലോ. അപ്പം നമ്മളും ഇപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മമ്മ ഒക്കെ പണ്ട് കോഴിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതായത് കോഴി ഒരു വിധം ആവുന്ന ടൈമിൽ പിന്നെ കോഴി അറുത്ത് കറി വയ്ക്കും. അങ്ങനെയൊക്കെയാണ് നാടൻ കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്യാറ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇതാണ് ഒരു നിയമം, കോഴീനെ അറുക്കാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ ഇതിപ്പോൾ ഒരു 2 വർഷമായി ഞാൻ ശരിക്കും പറഞ്ഞു ഒരു താറാവ് അറുക്കാൻ തരുമോ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കണം. കുറേ ഞാൻ പറഞ്ഞു നോക്കി, കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കി, എന്തെന്ത് ചെയ്തിട്ടും ആള് അതിന് റെഡിയല്ല, തരുന്നില്ല. അപ്പം ഞാൻ ഫൈനലായിട്ട് ഞാനൊരു ഡിസിഷൻ എടുത്തു. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് കോഴിനെ പിടിച്ചങ്ങോട്ട് അറുക്കാൻ കൊടുത്തയക്കാൻ പോവുക. അപ്പോൾ അത്താൻ്റെ അടുത്ത് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് ഒരു സൂചനയൊക്കെ കൊടുത്തു, ഞാനിങ്ങനെ അറുക്കാൻ പോവാണ്, വരുമ്പോൾ താറാവ് ഉണ്ടാവില്ല, നന്നായി ഒന്ന് നോക്കിയിട്ട് പോയിക്കോ അതൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ആള് ഞാൻ വെറുതെ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യലില്ല. അപ്പോൾ അതുപോലെ തമാശ പോലെ തന്നെ പറയണമെന്നുള്ളൊരു ബേസിലാണ് ഇപ്പോഴും
ഇരിക്കണത്. ഇന്നിപ്പോൾ പോയത് ആ ഒരു ഇതിൽ തന്നെയാണ്, അറക്കില്ല എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞ് താറാവിനെ നോക്കുന്ന ടൈമിൽ 3 താറാവുള്ളതിൽ 2 ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലിനിപ്പോൾ ശരിക്കും വൈകിട്ട് വന്നിട്ടൊരു ചാട്ടം കാണാം എന്ന് വിചാരിക്കണു. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ താറാവിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബഷീറത്താനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, താറാവിനെ അറക്കാൻ പോവാൻ, കൊടുത്തയക്കാൻ. അപ്പോൾ എനിക്കതിനെ പിടിക്കാനും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ അതിങ്ങനെ കടന്ന് പടയുമ്പോൾ എനിക്കത് പറ്റില്ല. അപ്പം ഞാനതിനെ പിടിക്കില്ല. അപ്പോൾ അത്ത തന്നെ വന്ന് പിടിക്കണം. അപ്പോൾ അത്താൻ്റെ അടുത്ത് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത്ത വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഷീറത്ത നമ്മളെ പറ്റിച്ചിട്ട് പോയി. ബഷീറത്ത കോഴീനെ പിടിച്ച് അറുക്കാൻ കൊണ്ട് പോയില്ല. അപ്പോൾ നമ്മൾ പക്ഷേ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണമല്ലോ. ആരുടെയും സഹായം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് ഞാനിവിടെ അടുത്ത വീട്ടിലത്തെ ഒരു അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ഒന്ന് വന്ന് അറുത്ത് തരുമെന്ന്. അപ്പോൾ അവർ ഇവിടെ വന്ന് അറുത്ത് കഴിഞ്ഞാലും വെട്ടാനും ഒലിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വന്ന് പറയായിരുന്നു. അതും ഹസ്ബൻഡിൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഇപ്പോൾ ഡ്രസ്സ് മാറ്റുന്ന എന്താണ് എന്തേ വലിയ കാര്യത്തിൽ ഞാൻ വേമ്പ് കാണിച്ചിട്ട് ഞാൻ പിടിച്ചോളാം അതൊക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷേ എനിക്ക് പേടിയാണ്, എനിക്ക് പിടിക്കാൻ പറ്റണില്ല കേട്ടാ. അപ്പം ഞാൻ എങ്ങനെ പിടിക്കണമെന്ന് ജനലൊക്കെ തുറന്ന് നോക്കുകയാണ് ആള്. എനിക്കെന്തായാലും പിടിക്കാൻ പറ്റണില്ല. ഞാൻ പിന്നെ അവസാനം കുപ്പാമാന വരാൻ പറഞ്ഞു. എനിക്ക് പേടിയാണേ. വരുവാണി വന്നോളി, എനിക്ക് പോയി അറുത്തിട്ട് വരാം. ഇപ്പൊ ഒന്ന് പിടിച്ചാൽ മതി. എന്നിട്ട് അച്ചു വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ആക്കി തരട്ടെ. ഇത് അവിടെ നിന്നിട്ട് പിടിക്കുവോ? അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് ആക്കി തരാം. ചിറക് പിടിക്കും. രണ്ട് ചിറകും പിടിക്കും. ഇത് പിടിക്കും. ഒരു മിനിറ്റ്, ഇതിനെ കെട്ടാ.
താറാവിനെ പിടിച്ചു എന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു സങ്കട സീനാണ് കേട്ടോ അത്. കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട്, പിന്നെ അതൊരു പൊട്ടത്തരല്ലേ എന്നും തോന്നുന്നുണ്ട്. അതൊരു പാവം മനസ്സായതുകൊണ്ടുള്ളൊരു ഫീലിംഗ് ആണത്. ശരിക്കും നല്ല ഫീലിംഗ് ആയിട്ടുണ്ട് ആൾക്ക്. പക്ഷെ അതങ്ങനെ വിട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം അറുത്തപ്പോൾ ഇപ്പോൾ ആൾ അതിപ്പോൾ വെറുതെ നിന്നിട്ടും കാര്യമില്ലല്ലോ, ഇനിയിപ്പോൾ ബാക്കി രണ്ടെണ്ണം കൂടി ഇതേപോലെ കൊണ്ടറക്കുക എന്നുള്ള ലെവലിൽ തന്നെയായി പിന്നെ സംസാരം. കാരണം അതെന്തായാലും നിർത്തിയിട്ട് കാര്യമില്ല. പിന്നെ വീട് മൊത്തം കുളമായി കിടക്കുകയാണ് ഈ കോഴികൾ കാരണം. അപ്പോൾ ആ നെറ്റും കംപ്ലീറ്റ് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതെന്തായാലും താറാവ് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തേക്ക് വരാൻ തുടങ്ങും. പിന്നെ ഈ കോഴികളൊന്നും പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നേരിട്ട് നിൽക്കില്ല, അത് പറന്ന് വരുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ആ നെറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോണതിന് മുന്നേ തന്നെ നമുക്ക് ആ താറാവിനെ മാറ്റണം. പിന്നെ എനിക്ക് ഒരു ചെടി വെക്കാൻ പറ്റണില്ല. എല്ലാ ചെടിയും കിടന്ന് കൊത്തി തിന്ന് ഒരു വിധമാക്കിയിട്ടുണ്ട്. ഒരു മരുഭൂമി പ്രദേശം പോലെ ആക്കിയിട്ടുണ്ട്. ഞാൻ എന്ത് ഭംഗിയിൽ ഇവിടെ ചെടികൾ വെച്ചതായിരുന്നു അറിയോ. ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നായിരുന്നു, മൊത്തം കുളമാക്കി. അപ്പോൾ എന്തായാലും കോഴികളിനെയും കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ചാക്കിലൊക്കെ ആക്കി ഫ്രണ്ടിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ പോയി കേട്ടോ. പക്ഷേ അത് പെടയുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് പിന്നെ ഞാൻ കുപ്പാമാൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ ഞാനും കുപ്പാമാൻ കൂടെ തന്നെ പോയി. അതുകൊണ്ട് കരിപ്പോട് പോയി, വടവന്നൂർ പോയി, ഒരു 4-5 കടകളിൽ പോയി. ആരും അറുത്ത് തരില്ല എന്ന് പറഞ്ഞു. അവസാനം പുതുനഗരത്തെ ഈ പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ഈ ഒരു കടയിലത്തെ പയ്യനാണ് അറുത്ത് തരാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവനും ഇതുവരെ ഇത് അറുത്തിട്ടില്ല, ആദ്യമായിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പിന്നെ അത് വൃത്തിയായിട്ട് തന്നെ അറുത്ത് തന്നു, പെർഫെക്റ്റായിട്ട് തന്നെ അറുത്ത് തന്നു കേട്ടോ. വേണ്ട, അത് ചാടില്ലേ, ചാടില്ലാത്ര. ചോടയില്ല. മനസ്സിലായില്ലേ? 1 കിലോയ്ക്ക് കുറച്ച് കുറവ്, 60 ഗ്രാം കുറവ്, ഒരു 60 ഗ്രാം കുറവ്. എത്രയാടാ? വാങ്ങോ. അങ്ങനെ ഞങ്ങൾ തത്തമംഗലത്ത് പോയി ഷാനുവിനെയും വിളിച്ച്, പിന്നെ അങ്ങനെ അവിടെ തത്തമംഗലത്ത് തന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ അവരുടെ അവിടെ പോയിട്ട് ആട്ടിയ മാവും കൂടെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. എത്ര ഉണ്ടാവും? 50 രൂപയ്ക്ക് എത്ര ഉണ്ടാവും? 50 രൂപയ്ക്ക് ഒരു പാത്രവും കുറച്ച് ചോദിച്ചാൽ അയ്യോ അയ്യോ ഈ പാമ്പ് ഇത് തല്ലാൻ പറ്റില്ല, തല്ലിയാലും ചാവില്ല, തീയിലിട്ടാലും തീയിലിട്ടാലേ ചാവുള്ളൂ ഈ സാധനം. ഉറുമ്പ് നോക്ക് ഉപ്പമ്മന്റെ മേലെ കൂടെ സാധനങ്ങൾ വയ്ക്കുമ്പോ നോക്കണോട്ടാ.
ബാക്കിലധികം സാധനങ്ങൾ മറ്റേ പാമ്പാണ് തോന്നുന്നു. 2 തലയുള്ളത്. 2 തലയുള്ളല്ലേടി. ബാത്റൂമിനുള്ളിൽ പോണ്ട നീ. കുപ്പം മാർക്കിലെടുക്ക്. എന്നിട്ട് അങ്ങോട്ട് ഓടിയിരിക്കട്ടെ. സ്പീഡ് കൂടിയതിന് കണ്ടാ ഞങ്ങൾ വന്നപ്പോ നീ അടുക്കളയിലേക്ക് വന്നില്ലേ? എവിടെ പോയത്? അതാ അവിടെ പോയി. വരും കൂടെ ഇല്ല, അതാ അതോ അതിന് നല്ല സ്പീഡ് ഉണ്ട്. നോക്കുപ്പമാ സ്പീഡ്. നോക്ക് നോക്ക് എന്താ പോണ വേഗം. സ്വാമിയെ കയ്യിലൊക്കെ വേല എവിടെയും തട്ടിയ പണിയായി. ഈ എന്റെ വീഡിയോയിലേക്കാണെങ്കിൽ പാമ്പ് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടാ. എവിടെ അതാ പോണു. അത്ര സ്പീഡിൽ പോണു. ആ എന്തൊരു സ്പീഡ്. അത് എങ്ങനെ തല്ലിയാലും ചാകില്ല. ഇവിടെ ഇതിൽ കാണില്ല, അതിൽ കണ്ട് പോയി. എന്ത് അവിടെ എത്തി റോഷി. അതിന് തല്ലിയൊക്കെ ചാകില്ല. ചാവില്ല, തീയിലിട്ടാലേ ചാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു നീ വിട്ടു? പിന്നെ ഞാനിതിന് എങ്ങനെ തല്ലിക്കൊല്ലോ മണി വെച്ചിട്ട് ഇത് ചത്തിലിങ്ങനെ പാവ എനിക്ക് കിട്ടൂലേ? വേണ്ട വേണ്ട, അത് പോട്ടെ. ഇവിടെയൊക്കെ തൊടിയാണല്ലോ. ആ വിറകെടുക്കും. ശരി, നടക്കും. നമുക്ക് മാവടിക്കും. നമുക്കപ്പോ 100 രൂപയ്ക്ക് എടുത്തോളേ. ആ, വലിയ കവർ എടുത്തോളേ. അത് നമുക്കറിയില്ലല്ലോ. നല്ല ട്രെയിനിങ് ഉണ്ട് ചിന്താണ്ടാക്കാൻ. അതാണ് നമ്മുടെ മാവ് 40 രൂപയുടെ കടയിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ചു ഒഴിച്ചിട്ട് ഈ പാത്രമാണ് അളവ്. പിന്നെ നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെയൊന്നും നോക്കലല്ല. 200 രൂപയ്ക്കുണ്ട് പറഞ്ഞു. 100 രൂപയ്ക്ക് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞു. ഇത് മതിയാവില്ലേ ഉപ്പമ്മ? അത് ഫുള്ളായിട്ട് തന്നെ എടുക്കണ? ഓ അങ്ങനെ, ശരി. ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ദിസ് ഈസ് താറാവിറച്ചി. കുറച്ച് എടുക്ക്. കറി എന്താ പീസ് എടുക്കത്ത്? പീസ് എടുക്കണ്ടേ? അതിന്നൊരു പീസ് നീ തിന്നണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടാ. പക്ഷെ എനിക്ക് എല്ലില്ലാത്ത പീസ് വേണം. എടുത്തോ എല്ലില്ലാത്ത പീസ്. ഇതില് മുക്കാലും എല്ലുള്ളത്. മതി മതി മതി. മതി മതി മതി. ഇത് നെയ് ദോശയാ. കഴിക്കുക. എങ്ങനെയുണ്ട് പറ? ടേസ്റ്റ് അറിയില്ല. ഞാൻ ചെറിയൊരു വിഷമം.